ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ. ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ എന്ന് പറയുമ്പോൾ കംപ്രസറും മോട്ടറും വെവ്വേറെ ആയിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കുക. ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നത് പിസ്റ്റൺ ഉപയോഗിച്ചിട്ടാണ് ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഭാഗങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഹെഡ് പ്ലേറ്റ്, വാൽ പ്ലേറ്റ്, അതേപോലെ തന്നെ പിസ്റ്റൺ, സിലിണ്ടർ, കണക്റ്റിംഗ് റോഡ്, ബിഗ് ആൻഡ് ബെയറിംഗ്, സ്മോൾ ആൻഡ് ബെയറിംഗ്. അത് ഈ കണക്റ്റിംഗ് റോഡിന്റെ ആണ് കേട്ടോ. ബിഗ് ആൻഡ് ബെയറിംഗ്, സ്മോൾ ആൻഡ് ബെയറിംഗ്. അതേപോലെ തന്നെ ഷാഫ്റ്റ്, അതേപോലെ തന്നെ ഷാഫ്റ്റ് സീൽ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ കംപ്രസറിന്റെ പുള്ളി, ഇതേപോലത്തെ വേറൊരു പുള്ളി കൂടി എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിരിക്കുന്ന മോട്ടറിനും ഉണ്ടായിരിക്കും. ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക, 3 ഫേസിലായിരിക്കും വർക്ക് ചെയ്യുക. ഇതിനു മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത് സെൻട്രൽ AC പ്ലാന്റിലും കാർ AC-ലും ഒക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ ഉപയോഗിച്ച് വരുന്നത്. ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഗ്യാസിനെ പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഓപ്പൺ ടൈപ്പ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ എന്ന് പറയും. അതേപോലെ തന്നെ ഈ ഒരു കംപ്രസറിന്റെ അകത്തേക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ടർ വെയിറ്റ് ഉണ്ട്. ഈ കൗണ്ടർ വെയിറ്റ് എന്ത് ചെയ്യുക, ഈ ഓയിലിന്റെ അകത്ത് മുങ്ങിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഓയിലിന്റെ എല്ലാ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, തെറിപ്പിച്ച് വീഴ്ത്തും. അതായത് ലൂബ്രിക്കേഷൻ 2 ടൈപ്പാണ്. ഒന്ന് സ്പ്ലാഷ് സിസ്റ്റവും മറ്റൊന്ന് എന്ത് ചെയ്യുക, ഫോഴ്സ് ഫീഡ് സിസ്റ്റവും. അഡീഷണൽ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ഓയിലിനെ എല്ലാ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. അതിനെ ഫോഴ്സ് ഫീഡ് സിസ്റ്റം എന്ന് പറയും. അല്ലാതെ എന്താ പറയുക, കൗണ്ടർ വെയിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓയിലിനെ എന്ത് ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ സ്പ്ലാഷ് സിസ്റ്റം എന്നും പറയാറുണ്ട്. ഈ കണക്റ്റിംഗ് റോഡിനെയും പിസ്റ്റണേയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് പിസ്റ്റൺ പിൻ ഉപയോഗിച്ചിട്ടാണ്. എന്തുപയോഗിച്ചിട്ടാണ്? പിസ്റ്റൺ പിന്നിനെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, സർക്ലിപ്പ് പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പിസ്റ്റൺ പിന്നിനെ എന്ത് ചെയ്യുക, ഇതിന്റെ അകത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിലിണ്ടറിനെ കുറിച്ചാണ്. സിലിണ്ടർ വരുന്ന ഭാഗമാണിത്. സിലിണ്ടർ വരുന്നത് ഈ ഒരു പോർഷനിലാണ് എന്ത് ചെയ്യുക, സിലിണ്ടർ ആയിട്ട് വരുന്നത്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗമാണ് എന്ത് ചെയ്യുക, നമ്മൾ സിലിണ്ടർ ആയിട്ട് എടുക്കുന്നത്. ഈ സിലിണ്ടറിന്റെ അകത്ത് ഉള്ള ഒരു സിലിണ്ടറിന്റെ അകത്തോടെയാണ് എന്ത് ചെയ്യുക, ഈ പിസ്റ്റൺ എന്ത് ചെയ്യുക, മുകളിലേക്കും താഴേക്കും റെസിപ്രോക്കറ്റിംഗ് മോഷനിൽ എന്ത് ചെയ്യുക, ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. ക്രാങ്ക് കേസ് നിർമ്മിച്ചിരിക്കുന്നതും സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നതും എന്തുകൊണ്ടാണ്? കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് എന്ത് ചെയ്യുക, നിർമ്മിച്ചിരിക്കുന്നത്. ഈ പിസ്റ്റൺ ഈ സിലിണ്ടറിന്റെ അകത്തോടെയാണ് എന്ത് ചെയ്യുക, മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുക, റെസിപ്രോക്കറ്റിംഗ് മോഷനിൽ ചലിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സിലിണ്ടറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫിൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഫിൻസിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, എയർ അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അകത്തെ ഹീറ്റിന് എന്ത് ചെയ്യുക, പുറത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഈ സിലിണ്ടറിന്റെ ഭാഗം എന്ത് ചെയ്യുക, തണുക്കുകയും ചെയ്യുന്നു. ആ ഒരു മെത്തേഡ് മാത്രമല്ല, വാട്ടർ ജാക്കറ്റും ഉപയോഗിക്കുന്നുണ്ട്. ജലത്തെ എന്ത് ചെയ്യുക, ഇതിനിടയിലൂടെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യുക, തണുപ്പിച്ചെടുക്കുന്ന മെത്തേഡുകളും ഉപയോഗിച്ച് വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിസ്റ്റനെ കുറിച്ചാണ്. പിസ്റ്റൺ നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. പിസ്റ്റന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ അകത്തേക്ക് മർദ്ദവും ടെമ്പറേച്ചറും കുറഞ്ഞ വാതക റെഫ്രിജറന്റിനെ വലിച്ചെടുത്ത് മർദ്ദവും ടെമ്പറേച്ചറും കൂട്ടി ഡിസ്ചാർജ് ലൈനിലേക്ക് അയക്കുകയാണ് എന്ത് ചെയ്യുക, പിസ്റ്റന്റെ ജോലി. അതേപോലെ തന്നെ ഈ പിസ്റ്റന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക, പിസ്റ്റൺ റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും തേയ്മാനം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്രഷൻ റിംഗ് ഉണ്ട്, ഓയിൽ റിംഗ് ഉണ്ട്. അങ്ങനെ റിങ്സുകൾ എന്ത് ചെയ്യുക, ഈ പിസ്റ്റന്റെ മേളിലുണ്ട്. ചെറിയ മെഷീൻ്റെ അകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, വാട്ടർ കൂളർ അങ്ങനെയുള്ള ചെറിയ മെഷീൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പിസ്റ്റന്റെ മേളിൽ എന്ത് ചെയ്യുക, ഈ റിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പകരം എന്ത് ചെയ്യുക, ഗ്രൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ പിസ്റ്റണെ ഷാഫ്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കണക്റ്റിംഗ് റോഡ് മൂലമാണ്. കണക്റ്റിംഗ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ ഡ്രോപ്ഡ് ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഈ ഒരു കണക്റ്റിംഗ് റോഡിനെ നിർമ്മിച്ചിരിക്കുന്നത്. കണക്റ്റിംഗ് റോഡിന് വരുന്ന 2 പോർഷൻ ഉണ്ട്. ഒന്ന് ബിഗ് ആൻഡ് ബെയറിംഗും ഒന്ന് സ്മോൾ ആൻഡ് ബെയറിംഗ്. ബിഗ് ആൻഡ് ബെയറിംഗ് എപ്പോഴും എന്ത് ചെയ്യുക, ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ടാവും. സ്മോൾ ആൻഡ് ബെയറിംഗ് എപ്പോഴും പിസ്റ്റണുമായിട്ട് ബന്ധിപ്പിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷാഫ്റ്റിനെ കുറിച്ചാണ്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റണെ മുകളിലേക്കും താഴേക്കും
എന്താ ചെയ്യുക, റെസിപ്രോക്കറ്റിംഗ് മോഷനിൽ എന്ത് ചെയ്യുക, ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രാങ്ക് ഷാഫ്റ്റ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ക്രാങ്ക് ഷാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന എനർജിയെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പുള്ളി കംപ്രസർ അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷാഫ്റ്റിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പുള്ളിനെ നമ്മൾ എന്ത് ചെയ്യുക, മോട്ടറിന്റെ പുള്ളിയായിട്ട് എന്ത് ചെയ്യുക, ബന്ധിപ്പിക്കുന്നു. എങ്ങനെ? ബെൽറ്റ് മൂലം, ബി ബെൽറ്റ് മൂലം നമ്മൾ എന്ത് ചെയ്യുക, ബന്ധിപ്പിക്കുന്നു. ആ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക, ഈ ഷാഫ്റ്റ് പിസ്റ്റണെ റെസിപ്രോക്കറ്റിംഗ് മോഷനിലേക്ക് ചലിപ്പിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഈ കംപ്രസറിനെയും പുള്ളിനെയും കൂടെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഷാഫ്റ്റിന്റെ ഇടയിൽ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷൻ ആയതുകൊണ്ട് ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഷാഫ്റ്റ് സീൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എൻഡിലും എന്ത് ചെയ്യുക, ഷാഫ്റ്റ് സീൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഒരു റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിന്റെ ഹെഡ് പ്ലേറ്റിനെ കുറിച്ചാണ്. റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിന്റെ ഹെഡ് പ്ലേറ്റ് ഏറ്റവും ടോപ്പ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് ഹെഡ് പ്ലേറ്റ്. അതിനുശേഷം വരുന്നതാണ് വാൽ പ്ലേറ്റ്. വാൽ പ്ലേറ്റിന് ശേഷം വരുന്ന പോർഷനാണ് എന്ത് ചെയ്യുക, സിലിണ്ടർ. അതിനുശേഷം വരുന്നതാണ് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞ ഭാഗം. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഒരു കംപ്രസറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഈ ഹെഡ് പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹെഡ് പ്ലേറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, രണ്ട് അറകളുണ്ട്. ഒന്ന് സെക്ഷൻ ചേംബർ എന്നും മറ്റൊന്ന് ഡിസ്ചാർജ് ചേംബർ എന്നും പറയും. ഇവാപറേറ്ററിൽ നിന്ന് സെക്ഷൻ ലൈൻ വഴി വരുന്ന മർദ്ദവും ടെമ്പറേച്ചറും കുറഞ്ഞ വാതക റെഫ്രിജറന്റ് ആദ്യം പ്രവേശിക്കുന്നത് സെക്ഷൻ ചേംബറിലാണ്. സെക്ഷൻ ചേംബറിൽ നിന്ന് സെക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്തു. സെക്ഷൻ വാൽവ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റൺ താഴേക്ക് BDCയിലേക്ക് സഞ്ചരിക്കണം, ബോട്ടം ഡെഡ് സെന്ററിലേക്ക് സഞ്ചരിക്കണം. ബോട്ടം ഡെഡ് സെന്ററിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ വാൽവ് ഓപ്പൺ ആകുകയും ഇതിൻ്റെ അകത്ത് കിടക്കുന്ന മർദ്ദവും ടെമ്പറേച്ചറും കുറഞ്ഞ വാതക റെഫ്രിജറന്റ് ഈ സിലിണ്ടറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇനി അടുത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദവും ടെമ്പറേച്ചറും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. മർദ്ദവും ടെമ്പറേച്ചറും കൂട്ടുന്നത് ഈ പിസ്റ്റൺ എന്ത് ചെയ്യുക, റെസിപ്രോക്കറ്റിംഗ് മോഷനിൽ TDCയിലേക്ക് സഞ്ചരിക്കും. TDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, മർദ്ദവും ടെമ്പറേച്ചറും കൂടുകയും ഈ ഡിസ്ചാർജ് വാൽവ് മുകളിലേക്ക് ഓപ്പൺ ആവുകയും ഡിസ്ചാർജ് ചേംബറിൽ പ്രവേശിക്കുകയും ചെയ്യും. ഡിസ്ചാർജ് ചേംബറിൽ പ്രവേശിച്ചതിന് ശേഷം ഡിസ്ചാർജ് ലൈൻ വഴി കണ്ടൻസറിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഹെഡ് പ്ലേറ്റിനകത്തുള്ളത്, വീണ്ടും ഞാൻ പറയുന്നത്, ഹെഡ് പ്ലേറ്റിനകത്തുള്ളത് രണ്ട് അറകളാണുള്ളത്. ഒന്ന് സെക്ഷൻ ചേംബറും മറ്റൊന്ന് എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ചേംബറും. ഇത് ഹെഡ് പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഹെഡ് പ്ലേറ്റ് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വാൽ പ്ലേറ്റിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ഹെഡ് പ്ലേറ്റിനെ പറ്റി പറഞ്ഞു, അതിനുശേഷം വാൽ പ്ലേറ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. വാൽ പ്ലേറ്റ് കാസ്റ്റ് അയൺ നിർമ്മിതമാണ്. അതേപോലെ തന്നെ ഈ വാൽ പ്ലേറ്റിനെയും ഹെഡ് പ്ലേറ്റിനെയും സിലിണ്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഗ്യാസ്കട്ട് വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ബന്ധിപ്പിക്കുന്നത്. ഈ വാൽ പ്ലേറ്റിനെയും ഹെഡ് പ്ലേറ്റിനെയും സിലിണ്ടർ വരുന്ന ഭാഗത്തെ എന്ത് ചെയ്യുക, ബന്ധിപ്പിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യുക, ഗ്യാസ്കട്ട് വെക്കുന്നുണ്ട്. ഗ്യാസ്കട്ട് വെക്കുന്നത് വേറൊന്നിനുമല്ല, അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യുക, റെഫ്രിജറന്റ്, ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്ത് ചെയ്യുക, ലീക്ക് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗ്യാസ്കട്ട് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്യാസ്കട്ട് ഉപയോഗിക്കുന്നത് ലീക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഹെഡ് പ്ലേറ്റ് കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിതമാണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ വാൽ പ്ലേറ്റും കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിതമാണ്. ഈ വാൽ പ്ലേറ്റിന്റെ മുകളിൽ എന്ത് ചെയ്യുക, രണ്ട് വാൽവ് റീഡ്സ് ഉണ്ട്. സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻടേക്കും ഡിസ്ചാർജ് എന്ന് പറയുന്നത് എക്സോസ്റ്റും ആണ്. അപ്പം ഈ രണ്ട് വാൽവില് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻടേക്കും ഡിസ്ചാർജ് എന്ന് പറയുന്നത് എക്സോസ്റ്റും ആയിട്ടുള്ള വാൽവുകളാണ്. അപ്പം ഈ വാൽവ് റീഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ് ഈ വാൽവ് എന്ത് ചെയ്യുക, നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്ചാർജ് വാൽവിന്റെ മുകളിൽ ഷോൾഡർ സ്പ്രിംഗ് ഉണ്ട്, ഷോൾഡർ സ്ക്രൂ ഉണ്ട്, റീറ്റെയിനർ ഉണ്ട്,
ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ഒരു വാൽ പ്ലേറ്റിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാൽ പ്ലേറ്റ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നു. വാൽ പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെക്ഷൻ വാൽവ് ഇൻടേക്ക് വാൽവ് എന്നും ഡിസ്ചാർജ് വാൽവിനെ എക്സോസ്റ്റ് വാൽവ് എന്നും പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഷോൾഡർ സ്പ്രിംഗ്, ഷോൾഡർ സ്ക്രൂ, റീറ്റെയിനർ അടങ്ങുന്നതാണ് എന്ത് ചെയ്യുക ഈ വാൽവ് റീഡ്സിന്റെ ഭാഗങ്ങൾ. വാൽവ് റീഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്ത് ചെയ്യുക ക്രാങ്ക് കേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്രാങ്ക് കേസ് എന്ന് പറയുമ്പോൾ കംപ്രസറിന്റെ ടോട്ടൽ ഒരു റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിന്റെ ടോട്ടൽ ബോഡി വരുന്ന ഒരു പോർഷനാണ് എന്ത് ചെയ്യുക ഒരു മുക്കാൽ ഭാഗം വരുന്നത് എന്ത് ചെയ്യുക ക്രാങ്ക് കേസ് ആണ് വരുന്നത്. ഈ ക്രാങ്ക് കേസിന്റെ അകത്ത് എപ്പോഴും എന്ത് ചെയ്യുക ഓയിലായിരിക്കും ഉണ്ടായിരിക്കുക, ലൂബ്രിക്കേഷന് വേണ്ടുന്ന ഓയിൽ. ഈ ക്രാങ്ക് കേസിന്റെ സെന്റർ പോർഷനിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക ക്രാങ്ക് ഷാഫ്റ്റ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മുകളിലാണ് പിസ്റ്റണും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഈ ക്രാങ്ക് ഷാഫ്റ്റ് പോകുന്ന ആ ഒരു പോർഷനിൽ എന്ത് ചെയ്യുക ചെറിയ 2 ഹോൾസ് ഉണ്ട്. ക്രാങ്ക് കേസിന്റെ 2 എൻഡിലായിട്ട് ഷാഫ്റ്റ് പോകുന്ന പോർഷനിൽ എന്ത് ചെയ്യുക 2 ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലൂടെയാണ് എന്ത് ചെയ്യുക ഷാഫ്റ്റ് പുള്ളിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഹോൾസ് ഇവിടെ അല്ലെങ്കിൽ ആ ഒരു ഹോൾ അവിടെ കിടക്കുന്ന ആ ഒരു പോർഷനിൽ എന്ത് സംഭവിക്കും? ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം മർദ്ദം കുറഞ്ഞ വാതക റെഫ്രിജറന്റ് ഈ ഒരു ക്രാങ്ക് കേസിന്റെ അകത്തേക്കായിരിക്കും വന്ന് നിറയുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ അകത്ത് ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ പോർഷൻ ഈ 2 എൻഡ് പോർഷനിലൂടെ എന്ത് ചെയ്യുക ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ ലീക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഷാഫ്റ്റ് സീൽ കൊടുത്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് സീലും അതേപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ലൂബ്രിക്കേഷൻ ഓയിലുമാണ് എന്ത് ചെയ്യുക ഈ 2 എൻഡിലായിട്ട് ഷാഫ്റ്റ് മൂലം ഉണ്ടാകുന്ന ലീക്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒന്ന് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്ത് ചെയ്യുക ഇതിന്റെ മുകളിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യുക നിൽക്കുകയും അതേപോലെ തന്നെ ഷാഫ്റ്റ് സീൽ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോർഷനിലേക്ക് എന്ത് ചെയ്യുക ഓയിൽ പ്രവേശിച്ച് എന്ത് ചെയ്യുക ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു കേസിൽ എന്ത് ചെയ്യുക യാതൊരു കാരണവശാലും ലീക്ക് ഉണ്ടാകാൻ സാധ്യത വരുന്നില്ല. പിന്നെ ഈ ഷാഫ്റ്റ് എന്ത് ചെയ്യുക ഈ ഷാഫ്റ്റ് ഈ ഓയിലിനകത്ത് മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക ലൂബ്രിക്കേഷന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള കൗണ്ടർ വെയിറ്റ് എന്ത് ചെയ്യുക ഈ പിസ്റ്റന്റെ അല്ലെങ്കിൽ പിസ്റ്റന്റെ ഈ സിലിണ്ടറിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഓയിലിന് എന്ത് ചെയ്യുക സ്പ്ലാഷ് ചെയ്ത് കൊടുക്കും. ഓയിലിനെ തെറിപ്പിച്ച് കൊടുക്കുന്നത് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ലൂബ്രിക്കേഷൻ കിട്ടില്ല. ലൂബ്രിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക 2 മെറ്റൽ തമ്മിൽ ഒരേയും വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. വിയർ ആൻഡ് ടിയർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സിസ്റ്റം പെട്ടെന്ന് തന്നെ ഡാമേജ് ആകും. കൂടുതൽ ലൈഫ് കിട്ടുന്ന സിസ്റ്റം എന്ത് ചെയ്യുക കുറഞ്ഞ ലൈഫിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രാങ്ക് കേസിൻ്റെ അകത്ത് എന്ത് ചെയ്യുക എപ്പോഴും ഓയിലിനെ എന്ത് ചെയ്യുക ഫില്ലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും തേയ്മാനം സംഭവിക്കുകയും ആ ഒരു സിസ്റ്റത്തിന്റെ ലൈഫ് എന്ത് ചെയ്യുക കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഷാഫ്റ്റ് സീലിനെ കുറിച്ചാണ്. ഷാഫ്റ്റ് സീല് ക്രാങ്ക് കേസിൽ നിന്ന് ഷാഫ്റ്റ് പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുക ഷാഫ്റ്റ് സീല് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. മെറ്റൽ ബെല്ലോസ്, സ്പ്രിങ് ഇവയാണ് ഷാഫ്റ്റ് സീലിന്റെ ഭാഗങ്ങൾ. മെച്ചപ്പെട്ട ലോഹം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ ഷാഫ്റ്റ് ഇതിലൂടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യുക യാതൊരു കാരണവശാലും ലീക്കിന് സാധ്യത ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ഓയിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ അകത്ത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുമുണ്ട്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഗ്യാസ്കട്ടുകളെ കുറിച്ചാണ്. ഗ്യാസ്കട്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ സിസ്റ്റത്തിന്റെ വിടവുകൾക്കിടയിലുള്ള ലീക്കിനെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ്കട്ട് ഉപയോഗിക്കുന്നത്. ഗ്യാസ്കട്ട് ഹെഡ് പ്ലേറ്റിനും വാൽ പ്ലേറ്റിനും ഇടയിൽ എന്ത് ചെയ്യുക ഗ്യാസ്കട്ട് ഉപയോഗിക്കും. അതേപോലെ തന്നെ വാൽ പ്ലേറ്റിനും സിലിണ്ടറിനും ഇടയിലായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഗ്യാസ്കട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. കാരണം ഇതിനിടയിൽ വരുന്ന ലീക്കിനെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ്കട്ടുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഗ്യാസ്കട്ട് പേപ്പർ കോമ്പോസിഷൻ, അലൂമിനിയം, ആസ്പെറ്റോസ്, റബ്ബർ ഇങ്ങനെയുള്ള ഒട്ടനവധി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ഗ്യാസ്കട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഈ ടൈപ്പ് ഗ്യാസ്കട്ടൊക്കെ എന്ത് ചെയ്യുക നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യുക അവൈലബിളുമാണ്.